അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മയണൈസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പാലോ മുട്ടയോ ഉരുളക്കിഴങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. വെറും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് പാൽപ്പൊടി വേണമെങ്കിലും നമുക്കിതിനെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ വെള്ളത്തിലാണ് ഇത് കലക്കിയെടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കട്ട ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കുക. ഒരുപാട് കട്ടി കുറച്ചിട്ട് കലക്കിയെടുക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളം കൂടിപ്പോവരുത്. ഈ ഒരു പാകത്തിന് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാലാക്കി എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാത്ത ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സി ഓണാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം നല്ലപോലെ നമ്മൾ പാലൊന്ന് അടിച്ചെടുക്കണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് അതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സി ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇനി മയണൈസിൻ്റെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗാർലിക് സോസാണ് ഇതുപോലെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഗാർലിക് സോസും റെഡിയാക്കി എടുക്കാൻ പറ്റും. നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് തന്നെ നമ്മൾ കുറേശ്ശായിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഇതുപോലെ ഞാൻ അടപ്പ് തുറന്നിട്ട് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വീണ്ടും ഓഫാക്കിയിട്ട് ഓണാക്കി അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ കട്ടിയായിട്ട് വരുന്നുണ്ട്. കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഓയിൽ നിർത്തണം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മയണൈസാണ് കേട്ടോ. വെറും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി മാത്രമേ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗാർലിക് സോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാത്തിൻ്റെ കൂടെ മയണൈസ് സാധാരണ മയണൈസ് നിങ്ങൾ എന്തിലേക്കൊക്കെ യൂസ് ചെയ്യുന്നു അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. പാൽപ്പൊടി എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനമാണല്ലോ. പാലില്ലാത്ത സമയത്ത് പാൽപ്പൊടി ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.